ഹലോ ഗൈസ്, റോഷിമ സെലിൻ ഫ്രം കാസ് ഗരാജ്. ഞാൻ ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ഒരു വാല്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഒരു SUV സെഗ്മെന്റിൽ വരുന്ന, അതും പെർഫോമൻസും സ്റ്റൈലും കൂടി ഒത്തു വരുന്ന ഒരു വെഹിക്കിൾ ആണ്. അത് കൂടാണ്ട് അതിന്റെ പെർഫോമൻസിന്റെ കൂടെ തന്നെ നമുക്കൊരു ഫ്യൂൽ എഫിഷ്യൻസി കിട്ടാനായിട്ട് CNG കൂടി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. ഒരു വെഹിക്കിൾ വേറൊന്നുമല്ല, നമ്മുടെ ബ്രസയാണ്. ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള ഒരു വെഹിക്കിൾ ആണ് ബ്രസ. ഈ ബ്രസയിൽ തന്നെ VXi, ZXi ഈ രണ്ട് വേരിയന്റ് ആണ് കൂടുതൽ മൂവ്മെന്റ് നമുക്ക് വരുന്നത്. അതിൽ VXi വേരിയന്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അത് കൂടാണ്ട് തന്നെ നമ്മുടെ ഈ ഒരു വെഹിക്കിളിനെ കൂടെ നിർത്താൻ പറ്റുന്ന വെഹിക്കിൾസ് എന്ന് പറയുമ്പോൾ വെനു, സോണറ്റ്, കൈഗർ, അതേപോലെ തന്നെ മാഗ്നറ്റ് ആണ് ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് വരുന്നത്. ഒരു ഗ്രേ ഫിനിഷ് വരുന്ന ബോൾഡ് ഗ്രിൽസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുകൂടാണ്ട് നമുക്കൊരു ക്രോം ഫിനിഷ് ഇൻസേർട്ട് രണ്ട് സൈഡിലായിട്ട് വരുന്നുണ്ട്. അതിന്റെ ഒത്ത സെന്ററിലാണ് നമ്മുടെ മാരുതിയുടെ ലോഗോയും കൂടി വന്നേക്കുന്നത്. ഒരു ബോൾഡ് SUV ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഡ്യുവൽ ടോൺ ബമ്പേഴ്സ് സഹായിക്കുന്നുണ്ട്. അതുകൂടാണ്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരു ബുൾബാർ ഡിസൈൻ ഇവിടെ അവൈലബിൾ ആണ്. ഇത് പോരാത്തതിന് നമുക്ക് VXi വേരിയന്റ് ആണ്, പക്ഷെ നമുക്ക് ഇവിടെ ഫോഗ് ലാംപ്സും അതേപോലെ സ്കിഡ് പ്ലേസും വെക്കാനുള്ള പ്രൊവിഷൻ അവൈലബിൾ ആണ്. നമുക്ക് പിന്നെ ഹെഡ് ലാംപ്സിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ബൈ ഫങ്ഷണൽ ഹാലോജൻ പ്രൊജക്ട് ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. അത് കൂടാണ്ട് ഇതിന്റെ ചുറ്റുമായിട്ട് നമുക്ക് ക്രോം ഫിനിഷിങ്ങും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും പാർക്കിംഗ് ലൈറ്റ്സും വരുമ്പോഴേക്കും അതും ഹാലോജൻ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ മാരുതിയുടെ K സീരീസിൽ വരുന്ന 1.5 ലിറ്ററിന്റെ ഡ്യുവൽ ജെറ്റ് എഞ്ചിൻ. ഇത് കൂടാണ്ട് നമ്മുടെ CNGയുടെ ഫിറ്റ്മെന്റ് ഇവിടെയും വരുന്നുണ്ട്. പെട്രോൾ വേരിയന്റ് വരുമ്പോഴേക്കും നമുക്ക് 100 PS പവറും വരുന്നുണ്ട്. അതേപോലെ 137 ടോർക്കും ആണ് വരുന്നത്. CNG വേരിയന്റ് വരുമ്പോഴേക്കും 87 PS പവറും 121 ടോർക്കും വരുന്നുണ്ട്. ഈ ഒരു ഔട്ട്പുട്ട് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ വഴിയാണ് നമ്മുടെ വീലിലേക്ക് എത്തുന്നത്. ഫ്യൂൽ എഫിഷ്യൻസിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ CNG വരുമ്പോഴേക്കും നമുക്ക് 25.5 ആണ് പറയുന്നത്. അതേസമയത്ത് പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 17 ആണ് പറയുന്നത്. വീലർ ക്ലാഡിങ്ങും അതേപോലെ സൈഡ് ക്ലാഡും ബോഡി സൈഡ് ക്ലാഡിങ്ങും ഇല്ലാണ്ട് എന്ത് SUV ആണെന്നല്ലേ. അത് കാരണം തന്നെ ഈ ഒരു വെഹിക്കിളിൽ അത്യാവശ്യം ബോൾഡ് ആയിട്ടുള്ള ക്ലാഡിങ്സ് ആണ് നമ്മൾ ബ്ലാക്ക് കളറിൽ നൽകിയിരിക്കുന്നത്. 16 ഇഞ്ചിന്റെ സ്റ്റീൽ വീൽസ് ആണ് നമുക്ക് ഈ വെഹിക്കിളിൽ വരുന്നത്. അതുകൂടാണ്ട് നമുക്ക് വീൽ കപ്സ് അവൈലബിൾ ആണ് സിൽവർ കളറിൽ. ഈ ഒരു ടയർ പ്രൊഫൈൽ പറയുമ്പോഴേക്കും 215/60R16 ആണ് വരുന്നത്. നമ്മുടെ ORVM വരുമ്പോഴേക്കും ഡ്യുവൽ ടോൺ ആണ് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. അതുകൂടാണ്ട് ഇലക്ട്രിക്കലി ഫോൾഡബിൾ ആൻഡ് അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ ORVMൽ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും വരുന്നുണ്ട്. നമ്മുടെ പില്ലേഴ്സ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഫിനിഷ് ആണ് പില്ലേഴ്സിൽ വന്നിരിക്കുന്നത്. അതുകൂടാണ്ട് നമ്മുടെ കോട്ട ഗ്ലാസ് വരുമ്പോഴേക്കും അത്യാവശ്യം വൈഡ് ആണ്. അത് കാരണം മാക്സിമം വിസിബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. മാക്സിമം വൈഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സ്പ്ലിറ്റ് റൂഫ് എഫക്റ്റ് കിട്ടുന്നുണ്ട്. ഈ ഒരു വേരിയന്റിൽ നമുക്ക് ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട്. റൂഫ് റെയിൽസ് നമുക്ക് അവൈലബിൾ അല്ല. ഫ്യൂൽ ഫില്ലിങ്ങിന്റെ കാര്യം പറയുമ്പോഴേക്കും നമുക്ക് പെട്രോളും അതേപോലെ CNGയുടെ ഓപ്ഷനും അവൈലബിൾ ആണ്. അതുകൂടാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കിൽ സ്വിച്ച് ഉണ്ട്. നമ്മൾ മര്യാദക്ക് പ്രോപ്പറായിട്ട് ഇത് അടച്ചില്ല എന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആകില്ല. നമ്മുടെ ഫ്രണ്ട് ഡോസിലേക്ക് വരുമ്പോഴേക്കും ഒരു സിംഗിൾ ടോൺ ആണ് വരുന്നത്. ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഫിനിഷ് എല്ലാം വരുന്നത്. പ്ലാസ്റ്റിക്സും അതേപോലെ നമുക്ക് ഫാബ്രിക്സും അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് നമുക്ക് ഒരു പോക്കറ്റും അതേപോലെ ബോട്ടിൽ ഹോൾഡറും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ ബാക്ക് ഡോറിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് സെയിം ഡിസൈൻ കാര്യങ്ങളും തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ നമുക്കൊരു ബോട്ടിൽ ഹോൾഡറിന്റെ സ്പേസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മുടെ ബ്രസയുടെ ഇന്റീരിയർ വരുമ്പോഴേക്കും നമുക്ക് ഫുൾ ബ്ലാക്ക് ഇന്റീരിയർ ആണ് VXiയിൽ വരുന്നത്. അത് കൂടാണ്ട് നമുക്കൊരു ഗൺ മെറ്റൽ ഗ്രേയുടെ ഒരു ഇൻസേർട്ട് അവൈലബിൾ ആണ്. അത് നമ്മുടെ ഡാഷ്ബോർഡ് തുടങ്ങി സെന്റർ കൺസോളിലാണ് വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഗ്ലോ ബോക്സ് വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് കൂടാണ്ട് AC വെൻസിൽ ഒരു ക്രോം ഫിനിഷ്, ക്രോം ടിപ്പ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് 7 ഇഞ്ചിന്റെ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആണ് ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ആൻഡ്രോയിഡ് ഓട്ടോയും അതേപോലെ ആപ്പിൾ കാർപ്ലേയും അവൈലബിൾ ആണ്. ഇത് കൂടാതെ നമുക്ക് 4 സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ട്വീറ്റേഴ്സ് അവൈലബിൾ അല്ല. അതേപോലെ തന്നെ ക്യാമറാസും അവൈലബിൾ അല്ല. നമ്മുടെ AC കൺട്രോൾസ് വരുമ്പോഴേക്കും നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആണ് വരുന്നത്. അതും ഡിജിറ്റൽ ഡിസ്പ്ലേ ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് 12 വോട്ടിന്റെ സോക്കറ്റ് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ USB പോർട്ടും അവൈലബിൾ ആണ്. ഇത് കൂടാണ്ട് നമുക്ക് ഇവിടെ ഒരു പോക്കറ്റ്, വാളറ്റും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ള പോക്കറ്റ് അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് സ്റ്റോറേജ് സ്പേസ്, 2 കപ്പ് ഹോൾഡർ ഇവിടെ വെക്കാം. പിന്നെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് മാനുവലി ഡിമ്മിങ് IRVM ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സൺവൈസറിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു വാനിറ്റി മിറർ
പാസഞ്ചർ സൈഡിൽ മാത്രം അവൈലബിൾ ആണ്. ഈ വെഹിക്കിളിന്റെ സീറ്റ്സിനെ കുറിച്ച് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വൈഡും അതേപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്സ് ആണ് നമുക്ക് വരുന്നത്. അതുകൂടാണ്ട് ഡ്രൈവർ സൈഡിലെ സീറ്റ് 6 വേ അഡ്ജസ്റ്റബിൾ ആണ്. ഹെഡ് റെസ്റ്റ് എല്ലാം വരുമ്പോഴേക്കും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. നമ്മുടെ സീറ്റ് ബെൽറ്റ്സ് വരുമ്പോഴേക്കും 2025 അപ്ഡേറ്റഡ് മോഡലിൽ 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് വരുന്നത്. ഈ ഒരു മോഡൽ 2025 നോൺ അപ്ഡേറ്റഡ് മോഡൽ ആയത് കാരണം നമുക്ക് ബാക്കിൽ സെന്റർ പാസഞ്ചറിന് മാത്രം 2 പോയിന്റ് സീറ്റ് ബെൽറ്റ് ആണ് വരുന്നത്. ബാക്കി എല്ലാവർക്കും 3 പോയിന്റ്. നമുക്ക് അത്യാവശ്യം തൈ സപ്പോർട്ട് കിട്ടുന്ന ഒരു സീറ്റ്സ് ആണ് ഈ ഒരു മോഡലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാണ്ട് ഹെഡ് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 6.5 ഹൈറ്റുള്ള ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. നമുക്ക് റിയർ AC വെന്റ്സ് അവൈലബിൾ ആണ്. അതിന്റെ ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. അതുകൂടാണ്ട് നമുക്ക് ചാർജിങ് പോർട്ടിനുള്ള ഒരു സ്ലോട്ടും അവൈലബിൾ ആണ്. ഒരു CNG വെഹിക്കിൾ ആയതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു ഫയർ എക്സ്റ്റിംഗ്വിഷർ ഈ ഒരു വെഹിക്കിളിന്റെ ഒപ്പം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഒരു PDI ചെയ്യാത്ത വണ്ടി ആയത് കാരണം ഇതിൽ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടില്ല. എല്ലാ ഡെലിവറി ടൈമിൽ ഫയർ എക്സ്റ്റിംഗ്വിഷറും കൂടിയാണ് ഡെലിവറി ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട് സെഷൻ പോലെ തന്നെ അത്യാവശ്യം ബോൾഡ് ലുക്കാണ് നമുക്കൊരു ബാക്കിലും വന്നേക്കുന്നത്. നമുക്ക് ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് ലാംപ്സ് നമ്മുടെ സ്പോയിലർ ഇന്റഗ്രേറ്റഡ് സ്പോയിലേഴ്സിൽ തന്നെ വരുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് ഡിഫോഗർ ലൈൻസ് അവൈലബിൾ ആണ്. ഇവൻ ദോ വാഷറും വൈപ്പറും അവൈലബിൾ അല്ലെങ്കിലും ഡിഫോഗർ ലൈൻസ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ബ്രസയുടെ ഒരു ബാഡ്ജിങ് അത്യാവശ്യം ബോൾഡ് ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടെയിൽ ലാംപ്സ് വരുമ്പോഴേക്കും LED ഹാലോജൻ കമ്പൈൻഡ് ആണ് വരുന്നത്. നമുക്ക് ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും വരുമ്പോഴേക്കും LED ആണ് വരുന്നത്. റിവേഴ്സും അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഹാലോജൻ ആണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ കണ്ട പോലെ തന്നെ ഡ്യുവൽ ടോണിൽ വരുന്ന ബമ്പേഴ്സ് ആണ് നമുക്ക് ബാക്കിലും വരുന്നത്. ഈ ബമ്പേഴ്സിൽ തന്നെ റിവേഴ്സ് സെൻസറും അവൈലബിൾ ആണ്. പിന്നെ സ്കിഡ് പ്ലേസ് ഇൻബിൽഡ് ആയിട്ട് വരുന്നില്ല. നമുക്ക് അത് വെക്കാനുള്ള പ്രൊവിഷനും ഈ ഒരു വെഹിക്കിളിൽ അവൈലബിൾ ആണ്. നമ്മുടെ ബൂട്ട് സ്പേസ് വരുമ്പോഴേക്കും നമുക്ക് അത്യാവശ്യം ചെറിയൊരു ബാഗ് വെക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓൾറെഡി CNG വരുന്നതാണല്ലോ. അത് കൂടാണ്ട് നമ്മുടെ സ്പെയർ ടയേഴ്സ് ഇതിന്റെ അടിയിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് റിയർ പാർസൽ ട്രേ അവൈലബിൾ ആണ്. CNG ഇവിടെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 60 ലിറ്റർ വാട്ടറിന് ഇക്വലന്റ് ആയിട്ടുള്ളതാണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. ഒരു മാനുവൽ ആയിട്ട് കിൽ സ്വിച്ച് അവൈലബിൾ ആണ്. ഇത് ഇൻ കേസ് ഒരു ലീക്കേജും കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. നമ്മുടെ ഡ്രൈവർ സൈഡ് ഡോർ വരുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ORVMന്റെ ഇന്റേണൽ കൺട്രോൾസ് അവൈലബിൾ ആണ്. അതുകൂടാണ്ട് പവർ വിൻഡോയുടെ സ്വിച്ചസും അവൈലബിൾ ആണ്. നമ്മുടെ കീസിൽ വരുമ്പോഴേക്കും നമുക്ക് റിമോട്ട് കീസ് ആണ് രണ്ടും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സ്റ്റിയറിംഗ് വീല് ടിൽറ്റബിൾ ആണ്. നമ്മുടെ സ്റ്റിയറിംഗിൽ തന്നെ ഇൻഫർടൈൻമെന്റിന്റെ കൺട്രോൾ സ്വിച്ചസും എല്ലാം അവൈലബിൾ ആണ്. അതുകൂടാണ്ട് നമ്മുടെ ഈ ഒരു ക്ലസ്റ്റർ വരുമ്പോഴേക്കും ഡിജിറ്റൽ ആൻഡ് അനലോഗ് മിക്സ്ഡ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ESPയുടെ സ്വിച്ച് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമ്മുടെ ഫ്യൂവൽ, അതായത് പെട്രോളിൽ നിന്ന് CNGയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വൈസ് വേഴ്സ ഷിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള സ്വിച്ചും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ വെഹിക്കിളിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് വരുമ്പോഴേക്കും നമുക്ക് വരുന്നത് 2 എയർ ബാഗ്സ് വരുന്നുണ്ട്, ഡ്യുവൽ എയർ ബാഗ്സ് വരുന്നുണ്ട്, ISOFIX വരുന്നുണ്ട്, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ESP വരുന്നുണ്ട്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് നമുക്ക് ഈ ഒരു വെഹിക്കിളിന് അവൈലബിൾ ആണ്. ഇതിന്റെ അപ്ഡേറ്റഡ് മോഡൽ വരുമ്പോഴേക്കും നമുക്ക് 6 എയർ ബാഗ്സ് അവൈലബിൾ ആണ്. അത് കൂടാണ്ട് നമുക്ക് ഡ്രൈവർ സൈഡും പാസഞ്ചർ സൈഡിലും സീറ്റ് ബെൽറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അത് കൂടാണ്ട് നമുക്ക് 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ആണ് എല്ലാ പാസഞ്ചേഴ്സിനും അവൈലബിൾ ആയിട്ടുള്ളത്. വണ്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി ഇതിന്റെ പ്രൈസും ഓഫറും അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ നോക്കുന്ന ഏതെങ്കിലും വെഹിക്കിൾ താഴെ മെൻഷൻ ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിന്റെ റിവ്യൂ ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് നമുക്ക് സപ്പോർട്ട് ചെയ്യുക. താങ്ക്